ഇയർ ഓൺ ഇയർ 2.5% മൾട്ടി ക്യാപ്പ് അഡീഷണലി കൊടുത്തിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ 2.5% ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട. കാരണം ലോങ് പീരീഡ് ഓഫ് ടൈമിൽ മൾട്ടി ക്യാപ്പ് എല്ലാ ഇയറും 2.5% കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 5 വർഷത്തിൽ എത്രയായി? ഈസിലി 10 to 12% റിട്ടേൺസ് ഈസിലി വരും. വിച്ച് മീൻസ് 1 crore ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ 10 lakhs ആണ് നിങ്ങൾ അവിടെ മിസ് ചെയ്യുന്നത്. ഇമാജിൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഫ്ലെക്സി ക്യാപ്പിൽ ഇത്ര ഡിമാൻഡ്? റീസെന്റ് ട്രെൻഡ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന ഇക്വിറ്റിയുടെ അസറ്റ് ക്ലാസ് ആണ് ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറയുന്നത്. വളരെ റീസെന്റ് സ്റ്റഡി പറയുന്നത് ഏറ്റവും ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എല്ലാത്തിനും ബീറ്റ് ചെയ്തിട്ടാണ് ഫ്ലെക്സി ക്യാപ്പ് മുന്നിലേക്ക് വന്നു നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് പേഴ്സണലി ഫ്ലെക്സി ക്യാപ്പിനോട് അത്ര വലിയൊരു ഫാനല്ല ഞാൻ. അതിൻ്റെ എന്താണ് റീസൺ എന്ന് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാം. അറ്റ് ദ സെയിം ടൈം ഫ്ലെക്സി ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണോ നല്ലത്, മൾട്ടി ക്യാപ്പിലേക്കാണോ ഇൻവെസ്റ്റ് ചെയ്യണോ നല്ലത്, ഈ ഫ്ലെക്സി ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഏതൊരു സോർട്ട് ഓഫ് ഇൻവെസ്റ്ററിനാണ്, ഏതൊരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്ററിനാണ് ഫ്ലെക്സി ക്യാപ്പ് കൂടുതൽ ചേരുന്നത്, ആർക്കാണ് മൾട്ടി ക്യാപ്പ് കൂടുതൽ ചേരുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ വീഡിയോ നമുക്ക് നിങ്ങൾ ഈ കാണുന്ന ആൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവും നിങ്ങൾ ഫ്ലെക്സി ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ മൾട്ടി ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളത്. അത് പറയുമ്പോഴാണ് ഏതൊരു മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും, അതിപ്പോൾ ഫ്ലെക്സി ക്യാപ്പ് ആണെങ്കിലും മൾട്ടി ആണെങ്കിലും സ്മോൾ ആണെങ്കിലും എക്സെപ്ഷണലി പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മുടെ finsights.squareleague.com എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്കകത്ത് നമ്മളൊരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാണ്ട് ടോട്ടൽ ഡേറ്റാ ബേസ്ഡ് റിപ്പോർട്ടാണ്. NISM സർട്ടിഫൈഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങളൊരു പാർട്ടാവുക. ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. finsights.squareleague.com. 1200 മെമ്പേഴ്സ് ഓൾറെഡി ഇതിൻ്റെ ഒരു പാർട്ടാണ്. ഇതിൻ്റെ പാർട്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 15 minutes ഫ്രീ NISM സർട്ടിഫൈഡുള്ള റിസർച്ച് അനലിസ്റ്റ് ആയിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് കൂടി ഉണ്ടാവും. അതിനകത്ത് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോസിനെ കുറിച്ച് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് മനസ്സിലാക്കാം ഫ്ലെക്സി ക്യാപ്പിനെ കുറിച്ച് എല്ലാതും. ആസ് എൻ ഇൻവെസ്റ്റർ നിങ്ങൾ എന്തായാലും കാണേണ്ട വീഡിയോ ആണ് ടുവേർഡ്സ് ദി എൻഡ് വരെ. ഇടയിൽ 1-2 സർപ്രൈസസും കൂടി ഉണ്ട്. അപ്പോൾ വിതൗട്ട് സ്കിപ്പിംഗ് നിങ്ങൾ ഫുൾ കാണണേ. വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് റീസെൻ്റ്ലി നിങ്ങൾ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് കാറ്റഗറി ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്, ഫ്ലെക്സി ക്യാപ്പാണോ മൾട്ടി ക്യാപ്പാണോ സ്മോൾ ക്യാപ്പാണോ എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൻ്റെ AUMൻ്റെ ബ്രേക്ക് ഡൗൺ ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഇക്വിറ്റി AUM എന്ന് പറയുന്നത് 33.5 lakh crores ആണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ഉള്ളത്. നമ്മുടെ ടോട്ടൽ ഇന്ത്യൻ അസറ്റ് എന്ന് പറയുന്നത് 81 or 82 lakh crores ആണ്. അതിനകത്ത് 33 lakh crores ഇക്വിറ്റിയിലാണ്. അതിനകത്ത് നമ്മൾ ഗ്രോ ചെയ്യണത് 17.4% ആണ്. ഇയർ ഓൺ ഇയർ ഗ്രോത്ത് എന്ന് പറയുന്നത് 17.4% ആണ്. ഇമാജിൻ ദ കൈൻഡ് ഓഫ് റാപ്പിഡ് പേസ് അറ്റ് വിച്ച് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി ഈസ് ഗ്രോയിങ്. ഇതുപോലെ തന്നെ ഈ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി ഇങ്ങനെ ഗ്രോ ചെയ്യുമ്പോൾ അതിൻ്റെ പാരലായിട്ട് വേറെയും സ്റ്റോക്സ് ഗ്രോ ചെയ്യും. അതിനെക്കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ ഗ്രോത്തിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്തിരിക്കുന്നത് ലാർജസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്ലെക്സി ക്യാപ്പാണ്. അവിടെയാണ് എനിക്ക് വളരെ സർപ്രൈസ്ഡ് ആയത്. കാരണം ഇവിടെ നോക്കൂ, ഫ്ലെക്സി ക്യാപ്പാണ് ഏറ്റവും ലാർജസ്റ്റ് കാറ്റഗറൈസേഷനിൽ ഏറ്റവും ലാർജസ്റ്റ് കാറ്റഗറി ഫ്ലെക്സി ക്യാപ്പാണ്. പിന്നെ വരുന്നത് തിമാറ്റിക് ആണ്, പിന്നെ മിഡ് ക്യാപ്പാണ്, ലാർജ് ക്യാപ്പാണ്, സ്മോൾ ക്യാപ്പാണ്, പിന്നെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. മൾട്ടി ക്യാപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ബോട്ടത്തിലാണ് ഓൾമോസ്റ്റ് ഇരിക്കുന്നത്. വാല്യൂ അല്ലെങ്കിൽ കോൺട്രയുടെ തൊട്ട് മുകളിലേക്കായിട്ടാണ് മൾട്ടി ക്യാപ്പ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെയാണ് എൻ്റെ കോൺട്രഡിക്ടറി വ്യൂ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ മൾട്ടി ക്യാപ്പും ഇവിടെ ഫ്ലെക്സി ക്യാപ്പും എന്നുള്ളത് ഐ എം സർപ്രൈസ്ഡ്. അതിൻ്റെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ റിവീൽ ചെയ്യാൻ പോകുന്നത്. വെയിറ്റ്, അതിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് ഇത്ര നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടെങ്കിൽ ദർ ഇസ് എ ഗുഡ് ചാൻസ് യു ലൈക്ക് ദ വീഡിയോ. ആ ലൈക്ക് ഡിസ്പ്ലേ ചെയ്യാൻ താഴത്തെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോൾ ഈ റിപ്പോർട്ട് നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ട്. ഫുൾ ഡേറ്റ ഓറിയൻറ്റഡ് ആയിട്ടാണ്. നിങ്ങൾ ഫിൻസൈറ്റ്സ് പോയതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇനി നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൗ ഡു ഫ്ലെക്സി ക്യാപ്പ് ആൻഡ് മൾട്ടി ക്യാപ്പ് വർക്ക്. ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കണം. അപ്പോൾ ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇക്വിറ്റി എക്സ്പോഷർ എന്ന് പറയുന്നത് 65% ആണ് ബെയർ മിനിമം ഇക്വിറ്റി എക്സ്പോഷർ ഫ്ലെക്സി ക്യാപ്പിന് വേണ്ടത്. അങ്ങനെ അതേപോലെ തന്നെ 35% ഡെറ്റിൻ്റെ എലൊക്കേഷൻ എടുക്കാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഫ്ലെക്സി ക്യാപ്പിനുണ്ട്. ഇനി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ റെസ്ട്രിക്ഷൻസ് ഇല്ല. വിച്ച് മീൻസ് ദാറ്റ് സ്മോൾ ആണെങ്കിലും മിഡ് ആണെങ്കിലും ലാർജ് ആണെങ്കിലും ഏത് മാർക്കറ്റ് ക്യാപ്പിലേക്ക് വേണമെങ്കിൽ അവർക്ക് ഈ 65%-നകത്ത് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും പോകാം. ഫോർ എക്സാമ്പിൾ മൾട്ടി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട്സിന് 25% സ്മോൾ ക്യാപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഫ്ലെക്സി ക്യാപ്പിൽ തന്നെ സ്മോൾ ക്യാപ്പിൽ 25% ഒന്നുമല്ല, വേണമെങ്കിൽ 75% വരെ കയറ്റാം. അത്രയും ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. അതിനകത്ത് ഫ്ലെക്സിബിലിറ്റിയുടെ കേസിൽ ദിസ് വേർഡ് ഫ്ലെക്സി ക്യാപ്പ് സ്റ്റേസ് ട്രൂ ടു ഇറ്റ്സ് വേർഡ്. ഇനി ഇതല്ലാതെ റീഡ്സിൽ അല്ലെങ്കിൽ ഇൻവെറ്റ്സിൽ ഇവിടെ 10% എലൊക്കേഷൻ ഫ്ലെക്സി ക്യാപ്പിന് കൊടുക്കുന്നുണ്ട്. റീഡ്സ് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ആണ്. നമ്മൾ പണ്ടത്തെ പോലെ ലാൻഡ് ഡയറക്റ്റ്ലി പോയി മേടിക്കുമൊന്നും വേണ്ട. ബാംഗ്ലൂർ ലാൻഡ് ഡയറക്റ്റ്ലി ഒന്നും മേടിക്കേണ്ട. എംബസി ഓഫീസ് പാർക്കിന് ഒരു ഷെയർ മാത്രം മേടിച്ചാൽ മതി. നിങ്ങൾക്ക് ഇറ്റ് വിൽ ബി ആസ് ഗുഡ് ആസ് ഇൻവെസ്റ്റിംഗ് ഇൻ ദി റിയൽ എസ്റ്റേറ്റ് അസറ്റ് ഇൻ ബാംഗ്ലൂർ. അപ്പോൾ അങ്ങനത്തെ റിയൽ എസ്റ്റേറ്റ് അസറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ 10% ഇവിടെ ഫ്ലെക്സി ക്യാപ്പിന് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് നമ്മൾ മനസ്സിലാക്കാം. ടോപ്പ് 100 ആണ് ലാർജ് ക്യാപ്പ്, 101 to 250 എന്നുള്ളത് മിഡ് ക്യാപ്പാണ്, 250
ഫസ്റ്റ് തുടങ്ങി ബാക്കിയെല്ലാം സ്മോൾ ക്യാപ്പാണ്. പിന്നെ മൈക്രോ ക്യാപ്പ് കൊണ്ടുണ്ട്, പക്ഷേ യു ഡോണ്ട് ഹാവ് ടു കൺഫ്യൂസ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇതാണ് ഫ്ലെക്സി ക്യാപ്പിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി മൾട്ടി ക്യാപ്പ് ഫണ്ടിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ 75% ആണ് മിനിമം ഇക്വിറ്റി എക്സ്പോഷർ. മുമ്പ് ഫ്ലെക്സി ക്യാപ്പിൽ 65 ആയിരുന്നു, ഇവിടെ 75 ആണ്. വിച്ച് മീൻസ് മൾട്ടി ക്യാപ്പ് ഹാസ് ദി റൂം ടു ടേക്ക് മോർ ഇക്വിറ്റി എക്സ്പോഷർ ആൻഡ് ഫ്ലെക്സി ക്യാപ്പ് വിൽ ബി എ ലിറ്റിൽ മോർ ഡിഫെൻസീവ്. വേണമെങ്കിൽ അവർക്ക് ലിറ്റിൽ മോർ ഡിഫെൻസീവ് ആവാം ഒരു ഫോളിംഗ് മാർക്കറ്റിൽ. അപ്പോൾ മൾട്ടി ക്യാപ്പിന് 75% ആണ്, ലാർജ് ക്യാപ്പിനെയും മിഡ് ക്യാപ്പിനെയും സ്മോൾ ക്യാപ്പിനെയും 25% ആണ് ക്യാപ്പ് എന്ന് പറയുന്നത്. പിന്നെ അതല്ലാണ്ട് ഇവിടെ ഡെറ്റിൻ്റെ ഒരു 25% ലൊക്കേഷൻ മൾട്ടി ക്യാപ്പിൽ പോവാം. പിന്നെ ക്യാഷ്, അതായത് വിതിൻ ഒരു 5-10% ക്യാഷിലേക്ക് നമുക്ക് മൾട്ടി ക്യാപ്പിൽ പോവാം. അപ്പോൾ ലാർജ്ലി ഡിഫറൻസ് എന്ന് പറയുന്നത് ഇക്വിറ്റി എക്സ്പോഷറാണ് 75%, ഇവിടെ എന്ന് പറയുന്നത് 65%. ഇവിടെ ഡെറ്റ് എന്ന് പറയുന്നത് 35%ലേക്ക് പോവാം. പക്ഷേ മൾട്ടി ക്യാപ്പിൽ അങ്ങനെ ഡെറ്റ് എന്നൊരു കോൺസെപ്റ്റ് കൂടുതലും ആൾക്കാർ എടുക്കാറില്ല. ഇവിടെ ഡെറ്റ് ഓപ്ഷൻ ഉണ്ടെങ്കിലും 0 to 25% ഡെറ്റ് ഓപ്ഷൻ ഉണ്ടെങ്കിലും മൾട്ടി ക്യാപ്പ് കൂടുതലും ഒരു അഗ്രസീവായിട്ട് മാനേജ് ചെയ്യപ്പെടുന്ന ഒരു അസറ്റ് ക്ലാസ് ആണ്. ഇനിയാണ് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാൻ പോകുന്നത്. നമ്മൾ ഈ സ്റ്റഡിക്ക് വേണ്ടി ടോപ്പ് 3 ഫ്ലെക്സി ക്യാപ്പും ടോപ്പ് 3 മൾട്ടി ക്യാപ്പും വെച്ച് കമ്പയർ ചെയ്തിരിക്കുകയാണ്. ടോപ്പ് 3 ഫ്ലെക്സി ക്യാപ്പിൽ എത്ര റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ടോപ്പ് 3 മൾട്ടി ക്യാപ്സിൽ ആ 2 കമ്പാരിസൺ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏതിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ലോങ്ങർ ടേമിലാണെങ്കിലും അല്ലെങ്കിൽ എന്തൊരു സോർട്ട് ഓഫ് റിസ്ക് പ്രൊഫൈലുള്ള ആളാണ് മൾട്ടി ക്യാപ്പിലും ഫ്ലെക്സി ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവും. ടോപ്പ് പെർഫോമേഴ്സ് ഇതിനകത്ത് ഞങ്ങൾ പരാഗ് പാരേഖ് ഒന്നും അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, കാരണം പരാഗ് പാരേഖിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ നമുക്ക് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് അതല്ലാതെ ഉള്ള ടോപ്പ് പെർഫോമേഴ്സ് ആണ്. കോണ്ട് ഫ്ലെക്സി ക്യാപ്പാണ് ഏറ്റവും ടോപ്പ് പെർഫോമർ. പരാഗ് പാരേഖിനെ അവർ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് 1 year റിട്ടേൺസ് ഉണ്ട് 9.9 ആണ്, വിച്ച് ഇസ് ക്ലോസ് ടു 10 എന്ന് പറയുന്നത്. അവിടെ 1 yearൽ ഫ്ലെക്സി ക്യാപ്പിന് മൾട്ടി ക്യാപ്പിന് ICICI Prudentialന്റെ മൾട്ടി ക്യാപ്പ് ഫണ്ടാണ് ടോപ്പായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത് വിത്ത് 8.6%. ഓക്കെ, അപ്പോൾ 1 yearൽ ഈസിലി ഫ്ലെക്സി ക്യാപ്പാണ് അഡീഷണൽ ആയിട്ട് പെർഫോം ചെയ്യണത്, ബിക്കോസ് ദേ ഹാവ് റൂം ടു എക്സ്പോസ് ഇൻ ഡെറ്റ്. വളരെ ക്ലിയർ ആണ്. പക്ഷേ ഇനി 3 years നോക്കണേ. 3 yearsൽ വീണ്ടും കോണ്ട് ഫ്ലെക്സി ക്യാപ്പാണ്. 3 yearsൽ ടോപ്പ് പെർഫോമർ ICICI Prudential മൾട്ടി ക്യാപ്പുമാണ്. 18.6% ആണ് കോണ്ട് ഡെലിവറി ചെയ്തിരുന്നത്, 19% ആണ് മറ്റേ ICICI Prudential മൾട്ടി ക്യാപ്പ് ഡെലിവറി ചെയ്തിരിക്കുന്നത്. ക്ലിയർലി മൾട്ടി ക്യാപ്പ് ഇസ് എഹെഡ്. ഇനി 5 years നോക്കുകയാണെങ്കിൽ ഇവിടെ വീണ്ടും HDFC ഫ്ലെക്സി ക്യാപ്പാണ് ടോപ്പ് ചെയ്തിരിക്കുന്നത് 17%. ഇവിടെ നിപ്പോൺ മൾട്ടി ക്യാപ്പാണ് ടോപ്പ് ചെയ്തിരുന്നത്. പക്ഷേ ഹിയർ ലുക്ക് അറ്റ് ദ ഡിഫറൻസ്. 2.5% ഡിഫറൻസ് ആണ് ഫ്ലെക്സി ക്യാപ്പും മൾട്ടി ക്യാപ്പും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ 5 yearsൻ്റെ പെർഫോമൻസിൽ നോക്കുമ്പോൾ ഇയർ ഓൺ ഇയർ 2.5% മൾട്ടി ക്യാപ്പ് അഡീഷണലി കൊടുത്തിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ 2.5% ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട, കാരണം ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിൽ മൾട്ടി ക്യാപ്പ് എല്ലാ ഇയറും 2.5% കൊടുത്തുകൊണ്ടിരിക്കുന്നത് 5 വർഷത്തിൽ എത്രയായി? ഈസിലി 10 to 12% റിട്ടേൺസ് ഈസിലി വരും. വിച്ച് മീൻസ് 1 crore ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ 10 lakhs ആണ് നിങ്ങൾ അവിടെ മിസ് ചെയ്യുന്നത്. ഇമാജിൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഫ്ലെക്സി ക്യാപ്പിൽ ഇത്ര ഡിമാൻഡ്? ഇതാണ് അതിൻ്റെ റിട്ടേൺസിൻ്റെ കമ്പാരിസൺ. ഈ ബ്ലൂ എന്ന് പറയുന്നത് ഫ്ലെക്സി ക്യാപ്പാണ്, ഗ്രീൻ എന്ന് പറയുന്നത് മൾട്ടി ക്യാപ്പാണ്. ക്ലിയർലി 1 yearൽ ബ്ലൂ സ്കോർ ചെയ്തു. പക്ഷേ 3 yearsൽ നോക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ടോപ്പ് മൾട്ടി ക്യാപ്പ് തന്നെയാണ്, വിതൗട്ട് ഹാവിങ് എനി ഡൗട്ട്. ഇനി ഇതിനകത്ത് വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് കമ്പാരിസൺ ഉണ്ട്. ഇവിടെ നമ്മൾ 2024 2 വർഷം മുന്നത്തെ സെനേറിയോയിൽ ഈ ഫ്ലെക്സി ക്യാപ്പും മൾട്ടി ക്യാപ്പും ടോപ്പ് പെർഫോമിംഗ് ഫ്ലെക്സി ക്യാപ്പും ടോപ്പ് പെർഫോമിംഗ് മൾട്ടി ക്യാപ്പും എവിടേക്കാണ് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കിയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ കോണ്ടിൻ്റെ ഫ്ലെക്സി ക്യാപ്പ്, HDFC ഫ്ലെക്സി ക്യാപ്പ്, HSBC ഫ്ലെക്സി ക്യാപ്പ് ഇതുമാണ് ഏറ്റവും ടോപ്പായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്. മൾട്ടി ക്യാപ്പിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ നിപ്പോണും ICICIയും മഹീന്ദ്ര മനുലൈഫുമാണ് ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്. കോണ്ട് ഫ്ലെക്സി ക്യാപ്പിൽ നോക്കുകയാണെങ്കിൽ 62% ആണ് ലാർജ് ക്യാപ്പ്. HDFC ഫ്ലെക്സി ക്യാപ്പിൽ നോക്കി 78% ആണ് ലാർജ് ക്യാപ്പ്. HSBCയിൽ 57%. ഇനി താഴെ വരികയാണെങ്കിൽ മൾട്ടി ക്യാപ്പ് സെഗ്മെൻറ്റ്സിൽ എല്ലാത്തിലും ലാർജ് ക്യാപ്പിൻ്റെ എലൊക്കേഷൻ 35%, 37%, ലാർജ് ക്യാപ്പിൻ്റെ 41% ആണ് എലൊക്കേഷൻ. അപ്പോൾ ലാർജ് ക്യാപ്പ് ഫ്ലെക്സി ക്യാപ്പിൽ വളരെ കൂടുതലാണ് വെൻ യു കമ്പയർ ടു മൾട്ടി ക്യാപ്പ്. ഇനി ഇതേ കമ്പാരിസൺ നമ്മൾ 2026 നമ്മൾ ഇതേ ഫണ്ട്സിൻ്റെ എലൊക്കേഷൻ നമ്മൾ നോക്കിയായിരുന്നു. അവിടെ വീണ്ടും ലാർജ് ക്യാപ്പ് 75%, 88%. HSBC ആണ് കൂട്ടത്തിൽ കുറച്ച് ലാർജ് ക്യാപ്പ് ബൈ ചെയ്യണത്. ബാക്കി എല്ലാവരും ഹെവിലി ലാർജ് ക്യാപ്പ് ഓറിയൻറ്റഡ് ആണ്. പക്ഷേ മൾട്ടി ക്യാപ്പ് നോക്കുകയാണെങ്കിൽ അവരപ്പോഴും 43, 30, 40%ലേക്ക് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് വെരി ട്രൂ ടു മൾട്ടി ക്യാപ്പ്. അപ്പോൾ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ആസ് ഗുഡ് ആസ് ഓണിങ് എ ലാർജ് ക്യാപ്പ് ഫണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഒരു ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ കൂടി നോക്കിയിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അത് ഓവർലാപ്പിംഗ് ആണ്. നിങ്ങൾക്കൊരു ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടും ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിലൊരു ലാർജ് ക്യാപ്പ് ഫണ്ടും ഉണ്ടെങ്കിൽ എന്തിനാണ് അത് ഓവർലാപ്പ് ചെയ്യിപ്പിക്കുന്നത്? എത്ര ശതമാനം വരെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഡേറ്റയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. കോണ്ട് AMC ആണ് ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. കോണ്ടിൻ്റെ തന്നെ ലാർജ് ക്യാപ്പിൻ്റെ ഫണ്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഡ്യൂപ്ലിക്കേഷൻ 41% ആണ് കോണ്ട് ഫ്ലെക്സി ക്യാപ്പ് കൊടുക്കുന്നത്. അതായത് കോണ്ട് ഫ്ലെക്സി ക്യാപ്പിനകത്തുള്ള 41% സ്റ്റോക്സ് തന്നെയാണ് കോണ്ട് ലാർജ് ക്യാപ്പിനകത്തുള്ളൂ. ഇതാണ് ആ കോമൺ സ്റ്റോക്സ് ഉണ്ട്, സംവർദ്ധന, അദാനി, LNT. ഈ ഫ്ലെക്സി ക്യാപ്പിൻ്റെ അതേ സ്റ്റോക്സ് തന്നെയാണ് ലാർജ് ക്യാപ്പിലുള്ളത്. 41% ആണ് ഡ്യൂപ്ലിക്കേഷൻ.
ഇനി HDFC AMC നോക്കിയാൽ 62% ഡ്യൂപ്ലിക്കേഷൻ. ഇതാണ് കോമൺ സ്റ്റോക്സ്. ലാർജ് ക്യാപ്പിൽ കൊടുത്തിരിക്കുന്നതും ഫ്ലെക്സി ക്യാപ്പിൽ കൊടുത്തിരിക്കുന്ന 62% സെയിം സ്റ്റോക്സ് ആണ്. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ അത്രയും ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എടുക്കുന്നത്? പിന്നെ HSBC AMC എന്ന് പറയുന്നത് 38% ആണ് ഡ്യൂപ്ലിക്കേഷൻ ആണ്. എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ കൂട്ടത്തിൽ HSBC AMC ആണ് ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ ലാർജ് ക്യാപ്പ് എക്സ്പോഷർ കുറച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡേറ്റിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്ന്, ഫ്ലെക്സി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട്സ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുടെ റിസ്ക് പ്രൊഫൈൽ ഷുഡ് ബി ഓൺ എ ലോവർ സൈഡ്. അധികം റിസ്ക്കും അധികം ടെന്യൂറും ഉള്ള ആൾക്കാർ ഫ്ലെക്സി ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ടും മൾട്ടി ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് നല്ലത്. റിസ്ക് അത്ര എടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, എന്നാൽ എനിക്ക് അത്രയും സമയവുമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കാണ് ഫ്ലെക്സി ക്യാപ്പ് കൂടുതലും സ്യൂട്ടബിൾ ആവുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഫ്ലെക്സി ക്യാപ്പ് ഹോൾഡ് ചെയ്യുന്നത് വിച്ച് വിൽ ബി ഓൾമോസ്റ്റ് ക്ലോസ് ടു 60-70% ഈക്വലന്റ് ടു ഹോൾഡിങ് എ ലാർജ് ക്യാപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ലാർജ് ക്യാപ്പ് നിങ്ങളുടെ പോർട്ട്ഫോളിയോക്കകത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വീണ്ടും ഫ്ലെക്സി ക്യാപ്പ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു അർത്ഥമില്ല. ഇറ്റ് വിൽ ബി ലൈക്ക് ഡ്യൂപ്ലിക്കേഷൻ. ആ ഡ്യൂപ്ലിക്കേഷൻ വരുന്നതോളം നമ്മുടെ റിട്ടേൺസ് കുറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പിലേക്ക് കൂടുതൽ അലൊക്കേഷൻ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഫ്ലെക്സി ക്യാപ്പിനേക്കാളും കൂടുതൽ മൾട്ടി ക്യാപ്പ് പ്രിഫർ ചെയ്യുന്നതാണ് നല്ലത്. കാരണം മൾട്ടി ക്യാപ്പ് ഗോസ് വെരി അഗ്രസീവ് ആൻഡ് അതിനകത്ത് ഒരു ഈക്വൽ ബയസ് കൊടുത്തിട്ട് സ്മോൾ ക്യാപ്പിനെയും മിഡ് ക്യാപ്പിനെയും നല്ല രീതിയിൽ കൺസിഡർ ചെയ്യുന്ന രീതിക്കാണ് ഫണ്ട് മാനേജേഴ്സ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അൺലെസ് വി കം നെക്സ്റ്റ് ടൈം വിത്ത് അനദർ ഇൻഫോർമേറ്റീവ് വീഡിയോ. തോമസ് വർഗീസ് സൈനിങ് ഓഫ്. ബൈ.